നമസ്കാരം. LD ക്ലർക്ക് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ നിർബന്ധമായും അവസാനം വരെ കാണുക. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനമാണ് കൽക്കരി. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം. കാറ്റിന്റെ നിക്ഷേപ പ്രക്രിയ മൂലമുണ്ടാക്കുന്ന ശില ലോയിസ്. ചുണ്ണാമ്പ് കല്ല് ഏതിനം ശിലയ്ക്ക് ഉദാഹരണം ആണ്? അവസാദ് ശില. കാവേരി ഡെൽറ്റ കനാൽ ഏത് സംസ്ഥാനത്ത്? തമിഴ്നാട്. ശിവസമുദ്രം വെള്ളച്ചാട്ടം ഏത് നദിയിൽ? കാവേരി. ലോകത്തിലെ നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് ഏത് നദിയിലാണ്? സംസ്ഥാനം ഏത്? മഹാനദിഒഡീഷ്. ബ്രഹ്മണി നദി ഒഴുകുന്ന സംസ്ഥാനം? ഒഡീഷ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാന നദികൾ? കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി? ദാമോദർ നദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. വെച്ചൂർ പശുവിന്റെ ജന്മനാടായ വെച്ചൂർ ഏത് ജില്ലയിലാണ്? കോട്ടയം. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ്. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. പക്ഷികളുടെ രാജാവ് കഴുകൻ. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപക്ഷി. ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ട. കോഴിമുട്ട വിരിയാനെടുക്കുന്ന സമയം 21 ദിവസം. സ്റ്റുപിഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പക്ഷി താറാവ്. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി സ്വിഫ്റ്റ്. ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ആൽബത്രോസ്. ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി? ആർട്ടിക് ഡേൻ. ആഴത്തിൽ നീന്താൻ കഴിവുള്ള പക്ഷി? പെൻഗ്വിൻ. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന പ്രധാന ലോഹധാതു? അലൂമിനിയം. ഭൂമിയുടെ എത്ര ശതമാനം ഭാഗം കരയാണ്? 29%. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏത്? ചന്ദ്രൻ. ബഹിരാകാശ മലിനീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവർത്തനരഹിതമായ കൃത്രിമ ഉപഗ്രഹങ്ങൾ. ചുവന്ന ചന്ദ്രനെ കാണാൻ പറ്റുന്ന ദിവസം? ചന്ദ്രഗ്രഹണ ദിവസം. സെലനോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ചന്ദ്രൻ. പൗർണമി ദിവസങ്ങളിലുണ്ടാകുന്ന ഗ്രഹണം? ചന്ദ്രഗ്രഹണം. ബ്രിട്ടീഷുകാർ സെന്റ് ജോർജ് കോട്ട പണി കഴിപ്പിച്ചതെവിടെ? മദ്രാസ്. ഓസ്ട്രിയക്കാരുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട കേന്ദ്രം ഏതായിരുന്നു? സൂററ്റ്. ഡെൻമാർക്കുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ബാൽസോർ, സൊറാസൂർ. ഇന്ത്യയുടെ പ്രഥമ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? എഡ്വാർഡ് ഹെൻറി സ്റ്റാൻലി. വൈസ്രോയി മയോയെ വധിച്ച ഇന്ത്യൻ വിപ്ലവകാരി? ഷേർ അലി. സന്യാസി ലഹള നടന്ന പ്രദേശമേത്? ബംഗാൾ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ഏത് നദിയുടെ കൈവഴികളാണ്? കാവേരി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി? പമ്പ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല? കാസർഗോഡ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ? കുന്തിപ്പുഴ. മലകളും കുന്നുകളും ഇല്ലാത്ത കേരളത്തിലെ ജില്ല? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥിതി ചെയ്യുന്നത്? കൊട്ടാരക്കര, കൊല്ലം ജില്ല. റിസർവ് വനപ്രദേശങ്ങളില്ലാത്ത കേരളത്തിലെ ഒരേയൊരു ജില്ല? ആലപ്പുഴ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത്? കുട്ടനാട്. ദുള്ളലിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത്? അമ്പലപ്പുഴ. ആസൂത്രിതങ്കരമായ ആലപ്പുഴ പട്ടണം പണികഴിപ്പിച്ചത്? രാജാ കേശവദാസൻ. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത്? കഴ്സൺ പ്രഭു. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നത്? ദഗടി ശിവശങ്കരപ്പിള്ള. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? പുന്നമടക്കായൽ, ആലപ്പുഴ. ഗരിമണിൽ നിക്ഷേപം ധാരാളമായുള്ള കാർത്തികപ്പള്ളി, തൃക്കുന്നപ്പുഴ എന്നിവ ഏത് ജില്ലയിൽ? ആലപ്പുഴ. കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങളിൽ 4 ഉള്ള ജില്ല? ഇടുക്കി. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ തേക്കടിയും ആദ്യ ദേശീയോദ്യാനമായ ഇരവികുളവും ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? തെന്മൽ, കൊല്ലം. വംശനാശത്തിന്റെ വക്കോളമെത്തിയ വരയാടിന്റെ സംരക്ഷണ കേന്ദ്രം? ഇരവികുളം ദേശീയോദ്യാനം. വരയാടിന്റെ ശാസ്ത്രീയ നാമം? നീലഗിരി ട്രാഗ്സ്. കേരളത്തിലെ 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന പദ്ധതി? എന്റെ മരൻ. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം? കുട്ടനാട്.
സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി നടത്തുന്ന ലോകത്തെ അപൂർവം പ്രദേശങ്ങളിൽ ഒന്ന് കുട്ടനാട്. ലോകത്തിലെ ഏറ്റവും പരമ്പരാഗതമായ സുഗന്ധവ്യഞ്ജനം കുരുമുളക്. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.